ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നാം ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ വിശുദ്ധ അന്നയുടെയും യോവാക്കിമിൻ്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ തിരുനാളിൽ പ്രധാനമായും 3 ധ്യാന ചിന്തകളാണ് നാം ധ്യാന വിഷയം ആക്കേണ്ടത്. ഒന്നാമത്തെ ധ്യാനചിന്ത ആരംഭിക്കേണ്ടത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 17-ാം വാക്യത്തിലാണ്. നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ നൽകുന്നു. ഈ വിശുദ്ധരായ മാതാപിതാക്കളുടെ പ്രാർത്ഥനാ നിർഭരമായ ജീവിതവും ജീവിത വിശുദ്ധിയും അചഞ്ചലമായ വിശ്വാസവുമാണ് പരിശുദ്ധ അമ്മയുടെ ജനനത്തിൻ്റെ പശ്ചാത്തലം. കുടുംബജീവിതത്തിൽ മാതാപിതാക്കളും പൗരോഹിത്യ സന്യാസ ജീവിതത്തിൽ പരിശീലകരും തങ്ങളുടെ മക്കൾക്കും അർത്തികൾക്കും യഥാക്രമം നൽകേണ്ട പ്രാർത്ഥനയുടെ അന്തരീക്ഷവും വിശുദ്ധിയിലേക്കുള്ള ദർശനവും വിശ്വാസ ജീവിതത്തിലുണ്ടാകേണ്ട ബോധ്യങ്ങളും ആണ് വിശുദ്ധ അന്നയും യോവാക്കിമും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമത്തെ ധ്യാനചിന്ത നാം ആരംഭിക്കേണ്ടത് പൗലോസ് അപ്പസ്തോലൻ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ കൂടിയാണ്. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിനായി ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ദൈവിക വെളിപാടിന് കീഴ്വഴങ്ങി ജീവിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവർ വിശുദ്ധ മാതാപിതാക്കളായി ഈ ലോകത്തിൽ അറിയപ്പെടുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ബോധ്യമാണ് എഫേസോസിലെ സഭയിലെ ലേഖനത്തിലൂടെ ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നാം ഓരോരുത്തരും ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ഞാൻ ഏതൊരു നിമിഷവും ദൈവത്തിൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധനും പരിശുദ്ധയും നിഷ്കളങ്കരുമായിരിക്കുവാൻ തയ്യാറായിരിക്കണമെന്നാണ് വിശുദ്ധരായ ഈ മാതാപിതാക്കളുടെ ജീവിതം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. മൂന്നാമത്തെ ധ്യാനചിന്ത നമ്മൾ ആരംഭിക്കേണ്ടത് ഫിലിപ്പിയർക്കുള്ള ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങളിലൂടെയാണ്. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. തനിക്കുണ്ടായിരുന്ന സ്വത്തുവകകൾ ദേവാലയത്തിന് സമർപ്പിക്കുവാൻ മനസ്സായ അന്ന യോവാക്കിം ദമ്പതികളോട് യഹൂദ പ്രമാണികൾ ഇപ്രകാരം പറഞ്ഞു: യഹൂദ ജനത്തിന് വേണ്ടി ഒരു സന്തതിയെ പോലും നൽകുവാൻ സാധിക്കാത്ത നിങ്ങളുടെ സ്വത്തുവകകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇപ്രകാരം അവഹേളിതരും അപമാനിതരുമായ ഈ ദമ്പതികൾക്ക് വിശുദ്ധ ഗ്രന്ഥപാരായണത്തിലൂടെ ലഭിച്ചത് വാർദ്ധക്യത്തിൽ പുത്രസൗഭാഗ്യം ലഭിച്ച അബ്രാഹത്തിൻ്റെയും സാറയുടെയും ജീവിതമാണ്. ക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായി അവർ സന്താന സൗഭാഗ്യത്തിന് അർഹരായി തീർന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിലെ നാം കടന്നു പോകുന്ന പ്രതിസന്ധികളിലൊക്കെയും ദൈവത്തിൻ്റെ ഇടപെടലിനായി ക്ഷമയോടെ കാത്തിരിക്കുന്ന, പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന വ്യക്തികളായി തീരുവാൻ ഈ ദമ്പതികൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ അന്നയുടെയും യോവാക്കിമിൻ്റെയും തിരുനാൾ നൽകുന്ന ഈ 3 ധ്യാനചിന്തകൾ നമ്മുടെ ജീവിതങ്ങൾക്ക് അടിത്തറയാക്കാം. ദൈവം